ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ നെക്ക് ഭാഗമൊക്കെ ചെയ്ത് കഴിഞ്ഞു, ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കൊക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഫസ്റ്റ് ഷോൾഡറും സെക്കൻഡ് ഷോൾഡറും, അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ എങ്ങനെയാണ് നല്ല ഭംഗിയായും നീറ്റായിട്ടും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ അതേ കാണുന്ന എല്ലാവരും തുടർന്ന് കാണാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. ഇത് മെറ്റീരിയലിന്റെ ചീത്ത വശമാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല വശം ഉള്ളിലുണ്ട്. ലൈനിങ് ക്ലോത്ത് കൊണ്ട് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് ഭാഗം എല്ലാവർക്കും കാണാം. ഇനി നമുക്ക് ഈ ലൈനിങ് തുണിയും ഫ്രണ്ട് തുണിയും ചേർത്ത് എങ്ങനെയാണ് നല്ല ഭംഗിയായി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പൊതുവെ എല്ലാവരും നേരിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത ക്ലോത്തിൽ അധികം പെർഫെക്ഷൻ കിട്ടുകയില്ല. എപ്പോഴും ഇങ്ങനെ അലവൻസ് പുറത്തേക്ക് തൂങ്ങി നിൽക്കും. അത് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിന് ഭയങ്കരമായിട്ടൊരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അലവൻസ് കാണാതെ നല്ല ഭംഗിയായി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതിനായി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിക്കുക. ഫ്രണ്ട് പാർട്ടും അതിന്റെ ലൈനിങ് തുണിയും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിക്കുക. അതേപോലെ തന്നെ ബാക്ക് പാർട്ടും അതിന്റെ ലൈനിങ് തുണിയും കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് പിടിക്കുക. എന്നിട്ട് നല്ല വശത്തോട് ചേർത്ത് ഇങ്ങനെ നല്ല വശം ചേർത്ത് കൂട്ടിപ്പിടിച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഒരു തുള്ളി പോലും അലവൻസ് പുറത്ത് കാണാണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് 1/2 ഇഞ്ച് വീതി വിട്ട് ഇവിടെ എത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് രണ്ട് ഭാഗവും നെക്കിന്റെ ഭാഗം കൂട്ടിച്ചേർത്ത് പിടിച്ച് വേണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പൊ നമ്മള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് വിടർത്തി നോക്കുമ്പോ കണ്ടോ, നമുക്ക് നല്ല ഭംഗിയില് ഫ്രണ്ട് പാർട്ട് കിട്ടി. അതുപോലെ തന്നെ ലൈനിങ് തുണി ഉള്ളിലേക്ക് പോകുമ്പോ ഒരു തുള്ളി പോലും കാണാതെ നല്ല ഭംഗിയില് നമുക്ക് അലവൻസ് ഒക്കെ ഉള്ളിൽ പോയി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഷോൾഡർ അലവൻസ് കാണാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ലൈനിങ് തുണിയുടെ ഉൾവശാണിത്. നല്ല നീറ്റായിട്ട് അലവൻസ് ഒക്കെ ഉള്ളിൽ പോകുന്ന വിധം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.